എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ലബ്ധപ്രണാശത്തിലെ 9ാമത്തെ കഥയാണ്. കരാളമുഖൻ്റെ അപേക്ഷപ്രകാരം രക്തമുഖൻ പറഞ്ഞ കഥയാണിത്. ഒരു കാട്ടിൽ മഹാചതുരകൻ എന്നൊരു കുറുക്കനുണ്ടായിരുന്നു. അവനൊരിക്കൽ കാട്ടിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു ആന ചത്തുകിടക്കുന്നത് കണ്ടു. വയർ നിറയെ തിന്നാമെന്ന് കരുതി അവൻ സന്തോഷിച്ചു. എന്നാൽ ആനയുടെ കടുപ്പമുള്ള തൊലി കടിച്ചു മുറിക്കാൻ അവനെക്കൊണ്ടായില്ല. ആ സമയത്ത് ഒരു സിംഹം അവിടെ വന്നു ചേർന്നു. ഉടൻ കുറുക്കൻ നമസ്കരിച്ചിട്ട് പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ ഭൃത്യനായ ഞാൻ അങ്ങേക്കു വേണ്ടി ഈ ആനയെ കാത്തുവെച്ചിരിക്കുകയാണ്. അമൃതേത്ത് കഴിച്ചുകൊള്ളുക. സിംഹം ഗംഭീരഭാവത്തിൽ പറഞ്ഞു, എടോ, മറ്റൊരാൾ കൊന്ന ജീവിയെ ഞാൻ തിന്നാറില്ല. കുലീനൻ എത്ര കഷ്ടപ്പാട് സഹിച്ചാലും നീതിമാർഗത്തിൽ നിന്നു വ്യതിചലിക്കാറില്ലല്ലോ. അതിനാൽ ആനയെ താൻ തന്നെ തിന്നുകൊള്ളുക. അതു കേട്ട് കുറുക്കൻ സന്തോഷിച്ചു. രാജാവ് ഭൃത്യരോട് ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത് എന്ന് അവൻ സിംഹത്തെ സ്തുതിക്കുകയും ചെയ്തു. സിംഹം പോയ ഉടൻ ഒരു പുലി അവിടെ എത്തി. പുലിയെ കണ്ടപ്പോൾ കുറുക്കൻ ആലോചിച്ചു, ഒരു ദുഷ്ടനെ നമസ്കരിച്ച് പറഞ്ഞയച്ചതേയുള്ളൂ. ഇനി ഇവനെ എങ്ങനെയാണ് ഒഴിവാക്കുക? ഭേദോപായം മാത്രമേ ശൂരനായ ഇവനിൽ ഫലിക്കുകയുള്ളൂ. ഇങ്ങനെ വിചാരിച്ച് കുറുക്കൻ പരിഭ്രമഭാവത്തിൽ ചോദിച്ചു, സഹോദര, അങ്ങ് എന്തിനാണ് മരണത്തിൻ്റെ വായിൽ വന്ന് ചാടുന്നത്? ഈ ആനയെ സിംഹം കൊന്നിട്ടതാണ്. മൂപ്പർ എന്നെ കാവൽ നിർത്തി കുളിക്കാൻ പോയിരിക്കുന്നു. പോകുമ്പോൾ എന്നോട് പറഞ്ഞു, വല്ല പുലിയും വന്നാൽ ഞാൻ വരുമ്പോൾ പറയണം, പണ്ടൊരിക്കൽ ഞാൻ കൊന്നുവച്ച ഒരാനയെ ഒരു പുലി എച്ചിലാക്കുകയുണ്ടായി. അന്നു മുതൽ എനിക്ക് പുലികളോട് കഠിനമായ ദേഷ്യമാണ്. ഇത് കേട്ട പുലി ഭയപ്പെട്ടു. സിംഹം തിരിച്ചു വരുമ്പോൾ ഞാനിവിടെ വന്ന കാര്യം പറയാൻ നിൽക്കണ്ട എന്ന് കുറുക്കനോട് അപേക്ഷിച്ച ശേഷം പുലി അവിടെ നിന്ന് ഓടിപ്പോയി. പുലി പോയ ഉടനെ ഒരു കഴുതപ്പുലി വന്നു. അപ്പോൾ കുറുക്കൻ ആലോചിച്ചു, ഇവൻ്റെ പല്ലുകൾക്ക് നല്ല മൂർച്ചയുണ്ട്. ഇവൻ ആനയുടെ തൊലി പൊളിച്ചു തന്നാൽ എനിക്ക് സുഖമായി തിന്നാം. തുടർന്ന് അവൻ കഴുതപ്പുലിയോട് ചോദിച്ചു, നിനക്ക് വിശക്കുന്നുണ്ടോ? ഈ ആനയെ കൊന്ന ശേഷം സിംഹം കുളിക്കാൻ പോയിരിക്കുകയാണ്. വേണമെങ്കിൽ സിംഹം വരും മുമ്പ് കുറച്ച് ആനമാംസം തിന്നുകൊള്ളുക. കഴുതപ്പുലി അത് സാരമാക്കിയില്ല. അവൻ പറഞ്ഞു, ചത്ത ആനയുടെ മാംസമൊന്നും എനിക്ക് വേണ്ട. ജീവനോടെ 100 മനുഷ്യരെ കിട്ടും. തിന്നാനും തിന്നാൽ ദഹിക്കാനും എളുപ്പമുള്ളതേ തിന്നാവൂ. കുറുക്കൻ ഒന്നുകൂടി പ്രേരിപ്പിച്ചു, പേടിക്കാതെ തിന്നുകൊള്ളുക. സിംഹം വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അതു കേട്ട് കഴുതപ്പുലി കൊതിയോടെ ആനയുടെ തൊലി കടിച്ചു പൊളിച്ചു. അപ്പോൾ കുറുക്കൻ വിളിച്ചു പറഞ്ഞു, വേഗം ഓടിക്കോ, സിംഹം വരുന്നുണ്ട്. അത് കേട്ട ഉടനെ കഴുതപ്പുലി ഓടി സ്ഥലം കാലിയാക്കി. കുറുക്കനാകട്ടെ അവൻ പൊളിച്ചു വെച്ച ഭാഗത്തു നിന്ന് തിന്നാനും തുടങ്ങി. ആ സമയത്ത് മറ്റൊരു കുറുക്കൻ അവിടെ എത്തി. അപ്പോൾ മഹാചതുരകൻ വിചാരിച്ചു, ശത്രു ഉത്തമനാണെങ്കിൽ കാൽക്കൽ വീഴണം, ശൂരനാണെങ്കിൽ ഭേദോപായം പ്രയോഗിക്കണം, നീചനാണെങ്കിൽ അല്പം വല്ലതും കൊടുത്തുവിടണം. ബലപരാക്രമണങ്ങൾ ഒപ്പമാണെങ്കിൽ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാം. ഉടൻ തന്നെ അവൻ നഖവും പല്ലും കൊണ്ട് ശത്രുവിനെ ചീന്തിയെറിഞ്ഞു. പിന്നീട് മറ്റാർക്കും കൊടുക്കാതെ ആനമാംസം തനിയെ തിന്ന് സുഖമായിരുന്നു. കഥ അവസാനിപ്പിച്ച കുരങ്ങൻ മുതലയോട് പറഞ്ഞു, മഹാചതുരകനെ പോലെ താങ്കളും സ്വജാതീയനായ ശത്രുവിനെ കടിച്ച് ചീന്തി എറിയുകയാണ് വേണ്ടത്. കുരങ്ങൻ തുടർന്നു പറഞ്ഞു, പശുക്കൾ ഉള്ളവന് ധനവും ബ്രാഹ്മണന് തപസ്സും സ്വജാതിക്കാരിൽ നിന്ന് ഭയവും ഉണ്ടാകുന്നത് സാധാരണമാണ്. തുടർന്ന് മുതലയുടെ അപേക്ഷയനുസരിച്ച് കുരങ്ങൻ പറഞ്ഞ ചിത്രാംഗതൻ എന്ന പട്ടിയുടെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം. ലബ്ധപ്രണാശത്തിലെ 9ാമത്തെ കഥ ഇവിടെ നിർത്തുന്നു.